അമ്പലം വഴിക്ക് എന്നും അവിടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ ഇങ്ങനെ പുസ്തകം നോക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ എന്നും വൈകുന്നേരം ആ യാത്രക്കിടയിൽ അമ്പലത്തിൻ്റെ പറമ്പിൽ ശാഖ നടക്കുന്നത് കാണാം. കളിയും പാട്ടും ചിരിയും ഒക്കെ കേൾക്കുമ്പോൾ ഒരു താല്പര്യം സ്വാഭാവികമായിട്ട് ബാലസഹജമായ ഒരു താല്പര്യം അതിനോട് ഉണ്ടാവുമല്ലോ. നിന്നെയും ബാബു എന്ന് പറയുന്ന ചേട്ടൻ ശാഖയിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നാളെ മുതൽ പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അച്ഛന് മനസ്സിൽ സംഘത്തോട് താല്പര്യം ഉണ്ടായിരുന്ന അധ്യാപകനായിരുന്നു. അങ്ങനെയാണ് ശാഖയിൽ പോയി തുടങ്ങുന്നത്. അച്ഛനും അമ്മയും കൂടിയിട്ട് കാര്യാലയവും കണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കാര്യാലയത്തിൽ വന്നതാണ്. അപ്പോൾ ഭാസ്കരജി ചോദിച്ചു, ഇയാൾ എവിടെയാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്? അപ്പോൾ ഹോസ്റ്റലിലാക്കിയിട്ട്. എന്തിനാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്? കാര്യാലയം ഉണ്ടല്ലോ. പിന്നെ അന്ന് തന്നെ അച്ഛൻ തിരിച്ചു പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് മറ്റ് കാര്യാലയത്തിലാക്കി. അങ്ങനെയാണ് സംഘത്തിൽ സജീവമാകുന്നത്. സംഘപ്രവർത്തനത്തിൻ്റെ വിവിധ മാനങ്ങൾ നേരിട്ട് കാണാൻ കിട്ടിയ അവസരം. പിന്നെ ഭാസ്കരജിയെ പോലെ, ഹരിയേട്ടനെ പോലെ, സേതുവേട്ടനെ പോലെ, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പരമേശ്വരജിയെ പോലെ, മിക്കപ്പോഴും കാണുകയും പലതും പറഞ്ഞു തരികയും ചെയ്യുന്ന മാധവജിയെ പോലൊക്കെയുള്ള മഹാമേരുക്കളെ കണ്ടുമുട്ടാനും സംസാരിക്കാനും ഇടപഴകാനും അവസരം കിട്ടി. സാധാരണ ഹിന്ദു ചെറുപ്പക്കാരുടെ ഉള്ളിലൊക്കെ അന്ന് സംഘത്തോടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയ ചതി കേരളത്തിലെ യുവാക്കന്മാർ നേരിട്ട് കണ്ട കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ. ആലുവ വടക്കംപറമ്പിലേക്ക് പ്രചാരകനായിട്ട് 84 ജൂൺ ജൂലൈ മാസം മുതൽ തീരുമാനിച്ചു. അപ്പോൾ അമ്മയോട് അനുവാദം ചോദിക്കാൻ അച്ഛനും ജ്യേഷ്ഠനും അറിയാം. സ്വാഭാവികമായിട്ട് ഏതൊരമ്മയും ചെയ്യുന്ന പോലെ അങ്ങനെ പോയാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 വർഷത്തേക്കാണ് എന്ന് പറഞ്ഞു പുറത്തുപോയി. ആ 1 വർഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അതങ്ങനെ തുടരാണ്. ദട്ട സംഘത്തിൻ്റെ 100 വയസ്സാവുകയാണ്. ഏതാണ്ട് 4 പതിറ്റാണ്ടായിട്ട് മുകളിലായി അങ്ങ് പ്രചാരകമാണ്. ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെക്കുറിച്ച് അറിയുന്നതും അതിലേക്ക് വരുന്നതും പ്രചാരകാകാനുള്ള തീരുമാനവും അതൊന്ന് പറയാം. നമസ്കാരം. സംഘത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. പന്തളത്ത് തോന്നല്ലൂർ ദേവി ക്ഷേത്രത്തിൽ ശാഖ ഉണ്ടായിരുന്നു. ആ സമയത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞ ഉടനെ, അതായത് 1978 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാനൊരു 7ാം ക്ലാസ് നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആ കാലഘട്ടമാണ്. അമ്പലം വഴിക്ക് എന്നും അവിടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ ഇങ്ങനെ പുസ്തകം നോക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ എന്നും വൈകുന്നേരം ആ യാത്രക്കിടയിൽ അമ്പലത്തിൻ്റെ പറമ്പിൽ ശാഖ നടക്കുന്നത് കാണാം. കളിയും പാട്ടും ചിരിയും ഒക്കെ കേൾക്കുമ്പോൾ ഒരു താല്പര്യം സ്വാഭാവികമായിട്ട് ബാലസഹജമായ ഒരു താല്പര്യം അതിനോട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരിക്കലത് കണ്ട് ഇരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന്, നമ്മുടെ നാട്ടുകാരനല്ലാന്ന് കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു കുറിയ മനുഷ്യൻ കുട്ടികളോട് വന്ന സ്വയംസേവകരോട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. ആ താല്പര്യം കൊണ്ട് അത് അല്പനേരം ശ്രദ്ധിച്ചപ്പോൾ പറയുന്നത് മോർബിയിലെ വെള്ളപ്പൊക്കത്തിൽ, ഡാം പൊട്ടിയിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ അനേകായിരം ആൾക്കാർ മരിച്ചു. അവിടെ സ്വയംസേവകരാണ് അവിടെ എത്തി പ്രവർത്തിച്ചത്. അവരെന്താ ചെയ്തതെന്നറിയാമോ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദ്യവും ഉത്തരവും, അങ്ങനെയാണുള്ള ഒരു ശൈലിയും. അപ്പോൾ അതിലൊരു ബിരുദൻ, അവൻ എൻ്റെ ക്ലാസ്മേറ്റുമാണ്. അവന് പെട്ടെന്ന് അദ്ദേഹത്തോട് ഒരു പരിഹസിക്കുന്ന രൂപത്തിൽ, എന്താ ചേട്ടാ വെള്ളം കുടിച്ചു പറ്റിച്ചോ എന്ന് ഒരു ചോദ്യം. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ആ തമാശയിൽ ഞാനും അവിടെ നിന്ന് ചിരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെയും ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായി. ശാഖയൊക്കെ, അതായത് അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ ഈ മനുഷ്യൻ നേരെ എൻ്റെ നേർക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ പുറത്ത് നിന്ന് ചിരിച്ചതിന് വല്ല ശിക്ഷ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്താ ഇങ്ങനെ ചിരിച്ചു നോക്കും. ഞാൻ കൈ തട്ടി മാറ്റിയിട്ട് ഓടി. അതാണ് എൻ്റെ മനസ്സിലെ ശാഖയെക്കുറിച്ചുള്ള ഒരു ചിത്രം. വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം മുറ്റത്ത് അല്ലെങ്കിൽ വരാന്തയിൽ അച്ഛനുമായിട്ട് ആരോ സംസാരിക്കുന്നതാണ് എന്നെ കേൾക്കുന്നത്. ഒന്ന് പാളി നോക്കുമ്പം ഈ മനുഷ്യനാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ താലൂക്ക് പ്രചാരകനാണ്, സുകുമാർജി എന്ന് പറയുന്ന താലൂക്ക് പ്രചാരകനാണ്, ആലുവക്കാരനാണ്. അപ്പോൾ ആകെ ഉള്ളൊന്ന് ആളി. കാരണം ഞാനിങ്ങനെ പോയി അവിടെ നിന്ന് ഇത് കാണുന്നുണ്ടെന്നുള്ളതൊന്നും വീട്ടിലറിയില്ല. ഇത് കണ്ടു എന്നുള്ളത് മാത്രമല്ല, അവിടെ വന്ന ഒരു മുതിർന്ന RSൻ്റെ നേതാവിനെ പരിഹസിച്ച് ചിരിച്ചു എന്നുള്ള, അതൊന്നും നമുക്കറിയില്ലല്ലോ ഇതെന്താണ് സംഭവിക്കുന്നത്.
അച്ഛനോട് പറയാൻ വന്നതാണോ എന്നുള്ള പേടിച്ച് ചെല്ലുമ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് അദ്ദേഹം സുകുമാർജി വന്നിരിക്കുന്നത് നിന്നെയും ബാബു എന്ന് പറയുന്ന ചേട്ടൻ ശാഖയിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, താല്പര്യമുണ്ടെങ്കിൽ നാളെ മുതൽ പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അച്ഛന് മനസ്സിൽ സംഘത്തോട് താല്പര്യമുണ്ടായിരുന്ന അധ്യാപകനായിരുന്നു. അങ്ങനെയാണ് ശാഖയിൽ പോയി തുടങ്ങുന്നത്. പിന്നെ സജീവമായി ശാഖയിലെ ചുമതല ഏറ്റെടുത്തു. ആദ്യം ബാലശിബിരവും പിന്നീട് ആലപ്പുഴ തുറവൂര് വെച്ചുള്ള ITCയും 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയതിന് ശേഷം നേരെ കാലടി മാണിക്യമംഗലത്ത് പ്രഥമ വർഷ സംഘശിക്ഷാവർഗിന് 1980 പോയി. അത് കഴിഞ്ഞ് പിന്നെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്താണ് വന്നത്. വന്ന സമയത്ത് മാന്യ ഭാസ്കർ റാവു പ്രാന്തപ്രചാരക് എന്നെ കോളേജ് ഹോസ്റ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അച്ഛനും അമ്മയും കൂടിയിട്ട് കാര്യാലയവും കണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കാര്യാലയത്തിൽ വന്നതാണ്. അപ്പോൾ ഭാസ്കർറാവുജി ചോദിച്ചു, ഇയാൾ എവിടെയാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്? അപ്പോൾ ഹോസ്റ്റലിലാക്കിയിട്ട്. എന്തിനാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്? കാര്യാലയം ഉണ്ടല്ലോ. പിന്നെ അന്ന് തന്നെ അച്ഛൻ തിരിച്ചു പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് മറ്റ് കാര്യാലയത്തിലാക്കി. അങ്ങനെയാണ് സംഘത്തിൽ സജീവമാകുന്നത്. അവിടെ കാര്യാലയത്തിൽ താമസിക്കുന്നുണ്ട്. എറണാകുളത്ത് മാധവനിവാസിൽ താമസിച്ച് പഠിക്കുന്നത് കൊണ്ട് വളരെ വലിയൊരു മെച്ചമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്ത് എത്തിയതിൻ്റെ ഒരു എക്സ്പോഷർ, സംഘപ്രവർത്തനത്തിൻ്റെ വിവിധ മാനങ്ങൾ നേരിട്ട് കാണാൻ കിട്ടിയ അവസരം, പിന്നെ ഭാസ്കർറാവുജിയെ പോലെ, ഹരിയേട്ടനെ പോലെ, സേതുവേട്ടനെ പോലെ, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പരമേശ്വർജിയെ പോലെ മിക്കപ്പോഴും കാണുകയും പലതും പറഞ്ഞു തരികയും ചെയ്യുന്ന മാധവജിയെ പോലൊക്കെയുള്ള മഹാമേരുക്കളെ കണ്ടുമുട്ടാനും സംസാരിക്കാനും ഇടപഴകാനും അവസരം കിട്ടി. അവരൊക്കെ തരുന്ന ഒരു പ്രായത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും ഞങ്ങളവിടെ വിദ്യാർത്ഥികൾക്കൊക്കെ തരുന്ന ഒരു സമാനമായൊരു സ്ഥാനം, ഇതൊക്കെ സംഘത്തിലുള്ള നമ്മുടെ താല്പര്യത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അന്നേ മനസ്സിൽ ഉണ്ടായിരുന്നൊരു താല്പര്യമാണ് ഇവരെയൊക്കെ പോലെ രാഷ്ട്രകാര്യം ചെയ്യണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി വീണ്ടും പഠിക്കണം, AMIക്ക് ചേരണം എന്നൊക്കെയുള്ള താല്പര്യമായിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് അവിടെ ഒരു എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിട്ടെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു. അതിനോടൊപ്പം ഈ പ്രിപ്പറേഷനും നടത്തുന്നുണ്ടായിരുന്നു ചേരാനുള്ള. പക്ഷെ അപ്പോഴാണ് ഒരു സാഹചര്യം, വയ്യാറ്റുപുഴ, സീതത്തോട്ടിലെ വയ്യാറ്റുപുഴയിലൊരു പ്രത്യേക സാഹചര്യം ഉടലെടുക്കുകയും സംഘപ്രവർത്തനം അവിടെ താൽക്കാലികമായി ജില്ലാ ഭരണകൂടം തടഞ്ഞു വെക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി, ഒരു സംഘർഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ആ തടയപ്പെട്ട സംഘപ്രവർത്തനം പുനരാരംഭിക്കണമെങ്കിൽ ആരെങ്കിലും ഒരു പ്രവർത്തകൻ, നമ്മുടെ ജില്ലയിലെ ഒരു പ്രവർത്തകൻ, ചെങ്ങന്നൂർ ജില്ലയാണ്, ഇന്നത്തെ പത്തനംതിട്ടയും ശബരിഗിരിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ജില്ലയാണ്. അപ്പോൾ ആരെങ്കിലും ഒരു പ്രവർത്തകൻ പോകണം. അപ്പം എനിക്ക് ഖണ്ഡിൻ്റെ ചുമതലയാണ് അന്നത്തെ. കൃഷ്ണൻ AM കൃഷ്ണേട്ടനാണ് ജില്ലാ പ്രചാരക്. അദ്ദേഹം ഒന്ന് ജില്ലാ ബൈഠക്ക്, ജില്ലയുടെ പ്രവർത്തകന്മാരുടെ മീറ്റിങ്ങിൽ ആരെങ്കിലും അതിന് സന്നദ്ധരാണോ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ ഒരു ഖണ്ഡിൽ, സീതത്തോട് ഖണ്ഡിൽ ഇപ്പോൾ തീരെ പ്രവർത്തനമില്ല, പ്രവർത്തനം പുനരാരംഭിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ. എനിക്കപ്പോൾ ഉടനെ പോകണമെന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃഷ്ണേട്ടൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വലിയ പ്രതികരണമൊന്നും ഇരുന്നവരിൽ നിന്ന് കാണാത്തപ്പോൾ ഉണ്ടായൊരു മനസ്സിൻ്റെ, അപ്പോൾ ഞാൻ കൈപൊക്കി. കൃഷ്ണേട്ടൻ സന്തോഷമായി. കൃഷ്ണേട്ടൻ അപ്പോൾ പിന്നെ പോകാനുള്ള ഡേറ്റൊക്കെ തീരുമാനിച്ചു. ഈ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലിയെങ്കിൽ പോലും അതൊരു ജോലിയാണല്ലോ. അവിടെ പോയിട്ട് അവരോട് ഔദ്യോഗികമായി രാജിയൊക്കെ വെച്ചിട്ട് സീതത്തോടിൽ വിസ്താരകനായിട്ട്, അതൊരു ജനുവരി മാസത്തിലായിരുന്നു. കുറേ പ്രശ്നങ്ങളുമൊക്കെ അതിനോട് അടുപ്പിച്ച് ഉണ്ടായി. കാരണം പ്രവർത്തനം തടയുകയും പോലീസിൻ്റെ വലിയ ഒരു തരത്തിലുള്ള കാവലും ചോദ്യം ചെയ്യലും അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് പല ശാഖകളും തുടങ്ങാൻ സാധിച്ചു. പിന്നീട് തൃതീയ വർഷം, തേർഡ് ഇയർ OTCക്ക് അവിടെ നിന്നാണ് നാഗപ്പൂരിലേക്ക് പോകുന്നത്. നാഗപ്പൂരിൽ വെച്ച് അപ്പോൾ ആദ്യത്തെ 2-3 മാസം വിസ്താരകമാണ്. അവിടെ വെച്ചുള്ള ഡോക്ടർ ജിയുടെ ജന്മസ്ഥലം, ഗുരുജിയുടെ കർമ്മസ്ഥലം, ആ സ്ഥലത്തുള്ള സംഘശിക്ഷാവർഗിൻ്റെ അനുഭവം അതൊരു പ്രത്യേക തരത്തിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടെ പുതുതായി പ്രചാരകന്മാരാകാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ
ബൈഠക്കും പരിചയ ബൈഠക്കും അതിലൊക്കെ അന്നത്തെ സർസംഘ്യാലക് ബാളാസാഹിബ് ദേവർസിയാണ് ബൈഠക്കിൽ എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ വരുന്നത്. അവിടെ വെച്ച് തീരുമാനിച്ചു സംഘപ്രവർത്തനം പ്രചാരക ജീവിതം തന്നെ എന്ന്. പിന്നീട് നടന്ന പ്രചാര ബൈഠക്കിൽ വടക്കൻ പറവൂരിലേക്ക്, ആലുവ വടക്കൻ പറവൂരിലേക്ക് പ്രചാരകനായിട്ട് 84 ജൂൺ ജൂലൈ മാസം മുതൽ തീരുമാനിച്ചു. അപ്പോൾ അമ്മയുടെ അനുവാദം ചോദിക്കാൻ അച്ഛനും ജ്യേഷ്ഠനും അറിയാം, അമ്മയുടെ അനുവാദം കൂടെ വേണമല്ലോ. അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട് ഏതൊരമ്മയും ചെയ്യുന്ന പോലെ അങ്ങനെ പോയാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 വർഷത്തേക്കാണ് എന്ന് പറഞ്ഞ് പുറത്തുപോയി. ആ 1 വർഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അതങ്ങനെ തുടരാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കാണാൻ ചെന്നപ്പോഴും നിൻ്റെ 1 വർഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അതാണ് പ്രചാരകായത്തിൻ്റെ ചരിത്രം. ഈ 80-കളെന്ന് പറഞ്ഞാൽ പൊതുവേ കേരളത്തിൽ ഹിന്ദു മുന്നേറ്റങ്ങൾ, വിശാല ഹിന്ദു സമ്മേളനം, രാമായണ മാസം, അങ്ങനെയൊക്കെയുള്ള ഒരു വളരെയധികം ഹിന്ദു മുന്നേറ്റങ്ങൾ നടന്നൊരു കാലമാണ്. ആ കാലത്താണ് പ്രചാരകമായിട്ട് വരുന്നത്. എങ്ങനെയായിരുന്നു സാഹചര്യങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ സംഘപ്രവർത്തനം കേരളത്തിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് പോലെയുള്ളൊരു വളർച്ചയുടെ ഒരു ഘട്ടമായിരുന്നു. സംഘത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പലയിടത്തും അതിൻ്റെ തുടക്കത്തിലാണ് 78-79 കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് ഓർമ്മ. കേരളത്തിലെമ്പാടും നമ്മൾ ജനജാഗരണ യജ്ഞങ്ങളൊക്കെ നടത്തി. അതിനെ തുടർന്ന് ഈ പറഞ്ഞതുപോലെ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ കാലഘട്ടം, പിന്നെ ജാഗരണ യാത്രകൾ നടത്തുന്നു. പിന്നെയാണ് നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ അന്തരീക്ഷം. അങ്ങനെ ഒരു വളർച്ചയുടെ ആ കാലഘട്ടമായിരുന്നു എന്നതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ പ്രചാരക ജീവിതവും അതിനോട് നിങ്ങൾ ചോദിച്ചതുപോലെ അതിനോട് അനുബന്ധിച്ചായതുകൊണ്ട് ഒരു അനുകൂല സാഹചര്യമായിരിക്കും ഉണ്ടായിരുന്നത് അന്ന്. വലിയ എതിർപ്പുകളൊന്നും ശാഖ തുടങ്ങാനോ നമ്മൾ പോകണം, സമ്പർക്കം ചെയ്യണം, ഒരു വലിയ എന്തൂസിയാസം സാധാരണ ഹിന്ദു ചെറുപ്പക്കാരുടെ ഉള്ളിലൊക്കെ അന്ന് സംഘത്തോടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയ ചതി കേരളത്തിലെ യുവാക്കന്മാർ നേരിട്ട് കണ്ട കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ. പുരോഗമനത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ വളരെ കൂടുതൽ പറയുമെന്നല്ലാതെ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടമെത്തിയപ്പോൾ ഭാരതത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട അത്തരം സംഘടനകൾ വളരെ പരിഹാസ്യമായ വിധത്തിൽ, നിന്ദ്യമായ വിധത്തിൽ ഏകാധിപത്യത്തോട് സന്ധി ചേരുക ചെയ്തത്. അതെല്ലാവർക്കും അറിവുള്ളതാണ്. വലിയ കൊടികെട്ടിയ നേതാക്കന്മാർ പോലും എഴുതി കൊടുത്ത് പുറത്തിറങ്ങി വർഗീയതയ്ക്കെതിരെയൊക്കെയുള്ള ഒരു പ്രചരണമൊക്കെ നടത്തിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടം. അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടോ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടോ അല്ല ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ വാർഷിക സമയത്ത് പൊതുമണ്ഡലത്തിൽ അതിൻ്റെ ചർച്ച വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത, സത്യം പറയുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം ഉപജാപങ്ങൾ സൃഷ്ടിക്കാനും സമൂഹത്തിൽ എങ്ങനത്തെ കിളുകിളുപ്പൻ വാർത്തകൾ പരത്താനുമാണ്. സത്യത്തെ പറയാനോ ആദർശത്തിനു വേണ്ടി നിലകൊള്ളാനോ തയ്യാറാവുന്നില്ല. ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ലോകസംഘർഷ സമിതിയുടെ പോരാട്ടത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ജനാകൃഷ്ണമൂർത്തിയെപ്പോലുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ, ജനസംഘത്തിൻ്റെ നേതാക്കന്മാർ കേരളത്തിൽ വരികയും EMS നമ്പൂതിരിപ്പാടിനെ കണ്ട കാര്യമൊക്കെ രാമപിള്ള സാറും P നാരായൺജിയൊക്കെ എഴുതിയിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല ഇന്ദിരാഗാന്ധിയുടെ കരുത്തെന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ ആ ശക്തി ചവിട്ടി അരച്ചു കളയും ആ പ്രതിഷേധങ്ങളെ. ഇത്രയ്ക്ക് ദുർബലവും ഭീരുത്വപൂർണമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുണ്ടായിരുന്ന, അതിനു മുമ്പുണ്ടായിരുന്ന താല്പര്യമൊക്കെ കുറഞ്ഞ് അവരുടെ ഉള്ളിൽ ഒരു പൊരുതുന്ന പ്രസ്ഥാനം, ആവശ്യം വരുമ്പോൾ പൊരുതാനുള്ളത് സംഘം മാത്രമാണെന്നൊരു ചിന്തയും വളർന്നു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയരാൻ ആയിരുന്നു എന്ന് ഒരു സംശയോക്തിയിൽ ഞാൻ ആ വാചകം അവസാനിപ്പിക്കാനുള്ള കാരണം, ഏതാണ്ട് അതേ ഘട്ടത്തിലാണ് വ്യാപകമായി കേരളത്തിൽ സംഘർഷങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചത്. അപ്പം ആ സംഘർഷങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്തും. അന്ന് കണ്ണൂർ മാത്രമല്ല സംഘർഷം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംഘർഷം അഴിച്ചു വിട്ടു. എവിടെയെല്ലാമാണോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ളത് അവിടെയൊക്കെ സ്വയം സേവകർ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കാരണം അവരുടെ തകർച്ചയുടെ തുടക്കവും സംഘത്തിൻ്റെ ഉയർച്ചയുടെ തുടക്കവും രണ്ടും ഒരേ ലഗ്നത്തിലാണ് അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ അതിനെ അവരുടെ തകർച്ചയെ അവർക്ക് തടയണം, നമ്മുടെ ഉയർച്ചയെയും തടയണം. നമ്മുടെ സോഷ്യൽ ബേസ്, സംഘത്തിൻ്റെ ഒരു സാമൂഹ്യ അടിത്തറ വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തടയാനുള്ളൊരു ഉപാധി എന്ന നിലയ്ക്ക്, ഒരു തരത്തിൽ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയ്ക്കാണ് കേരളത്തിൽ സംഘർഷം ഉണ്ടായത് എന്നതാണ് എൻ്റെ ഒരു കൃത്യമായ നിഗമനം. അത്തരം ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അന്നത്തെ ആ കാലഘട്ടം ഹൈന്ദവ മുന്നേറ്റത്തിൻ്റെ ഒരു അവസരമായിരുന്നു. അത് പരിപൂർണതയിൽ ഒരുപക്ഷെ ഇതിനേക്കാളേറെ മുന്നോട്ട് പോകുമായിരുന്നു ഈ സംഘർഷങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യം ഇവർ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ. അതിനുശേഷമാണ് ഈ രാമജന്മഭൂമി പ്രസ്ഥാനം ആരംഭിക്കുന്നതും. കേരളത്തിൽ എൻ്റെ ചെറിയ ഓർമ്മ, വളരെ ചെറിയ പ്രായമാണ്, പക്ഷേ ആ ഒരു സമയത്ത് ശിലാപൂജയൊക്കെ നടക്കുന്നതും അതിൻ്റെ ഒരു ആവേശവും ഒക്കെ ഓർമ്മയുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? രാമജന്മഭൂമി പ്രക്ഷോഭമൊക്കെ ആരംഭിക്കുന്ന ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ ഉള്ളിൽ വലിയ താല്പര്യവും ആഭിമുഖ്യവും പ്രകടമായിരുന്നു. പക്ഷേ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള വ്യാപകമായ ഹിന്ദു വിരുദ്ധ പ്രചാരവേല, ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘത്തിനെതിരായിട്ടുള്ള പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാം മത്സരിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഘട്ടമാണത്. അതുകൊണ്ടാണോ ഒരുപക്ഷെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്, പൊതുസമ്മേളനങ്ങളിലും പരിപാടികളിലും ഒക്കെ കണ്ട താല്പര്യം സംഘത്തിന് പുറത്തുള്ള യുവാക്കൾ കരസേവകന്മാരായി പോകുന്നതിൽ കണ്ടില്ല. ഇപ്പോൾ കേരളം വിട്ടുള്ള പല സംസ്ഥാനങ്ങളെയും ഒന്ന് വിലയിരുത്തുമ്പോൾ അവിടെ ഒരു 5 കരസേവകന്മാർ അയോധ്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ 4 പേരും സംഘത്തിന് പുറത്തുള്ളവരാണ് വന്നത്. ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും അങ്ങനെയായിരുന്നു. DMKയുടെയും ADMKയുടെയും വരെ പ്രവർത്തകന്മാർ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ സംബന്ധിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ കേരളത്തിൽ പൊതു താല്പര്യം പ്രകടമാകുന്ന വിധത്തിൽ പരിപാടികളൊക്കെ വലിയ ഗംഭീരമായിരുന്നെങ്കിലും ഞാനത് ഒന്ന് അനലൈസ് ചെയ്യുകയാണ് എൻ്റെ പ്രവർത്തന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സംഘത്തിന് പുറത്തുള്ള, അതാണല്ലോ ഏറ്റവും വേണ്ട ഒരു കാര്യം, ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള പങ്കാളിത്തം അത്ര കണ്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ വ്യാപകമായ എതിർപ്രചാരവേല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഇത് പുതിയ അനുഭവമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിനു മുമ്പും ദേശീയ തലത്തിലെ വലിയ മുന്നേറ്റങ്ങൾ പലതും കേരളത്തിൻ്റെ 4 അതിരുകളിൽ തട്ടി പുറകോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് കാണാം. സഹീനിൽ തട്ടി ഇതൊക്കെ തിരിച്ചോട്ട് പോകുന്നത്. അത് പുരോഗതിയുടെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും സമീപകാലത്തൊക്കെ നമുക്ക് മൊത്തം ഭാരതത്തിൽ വികസനം നടക്കുമ്പോഴും ഈ രാഷ്ട്രവിരുദ്ധ പ്രചാരവേലക്കാരുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് വിടുപണി ചെയ്യുന്ന, ഇത് പറയാൻ എനിക്കൊരു മടിയുമില്ല, അവർക്ക് വിടുപണി ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മാധ്യമ പ്രവർത്തകരും ചേർന്ന് ഈ ദേശീയ മുന്നേറ്റങ്ങളെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരിലും മേനി നടിക്കുകയാണ്. ഇത് അവിടെയൊക്കെ നടക്കും, ഇവിടെ നടക്കില്ല. ശരി, അവിടെയൊക്കെ നടക്കുന്നത് ധാർമ്മികമായ രാഷ്ട്രസംബന്ധമായ പ്രവർത്തനങ്ങളാണെങ്കിൽ വികസനം എന്തുകൊണ്ട് നടക്കുന്നില്ല? അതെങ്കിലും നടത്തേണ്ടതല്ലേ? അത് നടക്കുന്നില്ല എന്ന് കാണാം. അപ്പോൾ ഏതായാലും രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ആ കാലഘട്ടം കേരളത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു പോരായ്മ, അത് ഞാൻ ഈ കരസേവകന്മാരുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ വിഷയം പറഞ്ഞത്. ഈ 90കളെന്ന് പറയുമ്പോൾ പൊതുവേ പറയാറുണ്ട്, ആദ്യം എതിർക്കും പിന്നെ അംഗീകരിക്കും, ഒരു അംഗീകാരത്തിൻ്റെ ഒരു കാലഘട്ടം. അതായത് രാജനൈതിക രംഗത്ത് BJPയുടെ ഒരു മുന്നേറ്റം 89 മുതൽ 90കളുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേന് അധികാരത്തിലൊക്കെ വന്നു. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ സംഘടനയെ എങ്ങനെ സ്വാധീനിച്ചു? രാഷ്ട്രീയമായ മാറ്റങ്ങൾ സത്യത്തിൽ സംഘത്തെ നേരിട്ട് ബാധിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടേയില്ല. ഇപ്പോൾ സംഘശാഖകളുടെ നടത്തിപ്പ്, സംഘശാഖകളുടെ എണ്ണം രാഷ്ട്രീയ സ്വാധീനവുമായി നേരിട്ട് ഒരു ബന്ധവുമുള്ള ഒന്നല്ല. അത് സാധാരണ പ്രവർത്തകരുടെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാവേണ്ടതാണ്. പലരും പറയും, അതായത് 90കൾക്ക് ശേഷം പൊളിറ്റിക്കലായിട്ട് പല സംസ്ഥാനങ്ങളിലും ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും അതിൻ്റെ ഫലമായിട്ടാണ് സംഘശാഖകളിലും വലിയ വർധനവുണ്ടായത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ നിലയ്ക്ക് നേരിട്ട് ഒരു ഡയറക്റ്റ്ലി
പ്രൊപ്പോർഷണേറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു മാറ്റം. അതിന് അനേകം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ മുഴുവൻ ഭാരതത്തിൽ പൊളിറ്റിക്കൽ മോഡൽ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ഗുജറാത്താണ്. ഗുജറാത്തിലാണല്ലോ വർഷങ്ങളായിട്ട് ഭരണം നടക്കുന്നത്. പക്ഷേ അതിൻ്റെ നേരിട്ടുള്ള ഫലമെന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ശാഖ ഉണ്ടാവേണ്ടത് അവിടെയാണ്. അങ്ങനെയല്ല, അതിന് വേറെയും പല ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. അതുപോലെ എപ്പോഴായാലും അതിൻ്റെ ചില നേരിട്ടല്ലാത്ത ചില സ്വാധീനങ്ങളോ പ്രഭാവമോ ഉണ്ടാകാം. അത് ഒരു പക്ഷേ സഹായകരമായിട്ട് ഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ശാഖകളുടെ എണ്ണത്തിലുള്ള വർധനവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നതാണ് പ്രവർത്തനത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവം. ഈ 80 മുതൽ 2000 ആ ഒരു 20 വർഷക്കാലം സംവാദങ്ങളുടെ ഒരു കാലവും കൂടിയായിരുന്നു. അതായത് RSSനെതിരെ വർഗീയത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളൊരു കാലമായിരുന്നു. എങ്ങനെയാണ് ആ ഒരു സമയത്തെ സംവാദാത്മകമായ സാഹചര്യത്തിൽ എങ്ങനെ നേരിട്ടു അതിനെ? അന്നത്തെ കാലത്ത് നമ്മുടെ ഭാഗത്തു നിന്ന്, അതായത് സംഘപക്ഷത്തു നിന്ന് ഇത്തരം വൈചാരിക ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതിനൊരു ഔദ്യോഗികമായ തീരുമാനം മുകളിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഇത്ര സെമിനാർ നടത്തണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് സ്വയംസേവകരെ ചിന്തിച്ചിട്ട് ഓരോ സ്ഥലത്തും അന്ന് സംഘത്തിൻ്റെ ദേശീയ കാഴ്ചപ്പാടിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, ശാഖയിൽ വരുന്ന ഒരു പിടി ആളുകളുടെ അല്ല, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഓർമ്മയുണ്ട് ഒട്ടേറെ സെമിനാറുകളും സിമ്പോസിയങ്ങളും നടന്നിട്ടുണ്ട്. മറ്റ് സെമിനാറുകളും സിമ്പോസിയങ്ങളിലും സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ അന്ന് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി ഇനിയൊരല്പം ആക്രാമികമായ ഹിന്ദുത്വത്തിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അനേകം ഉദാഹരണങ്ങളുണ്ട്. പലയിടത്തും സ്വയം പങ്കെടുക്കേണ്ടിയും വന്നിട്ടുണ്ടെന്നുള്ള അനുഭവം വെച്ച് നോക്കാൻ അതിനൊരു വലിയ പ്രേരണയായി തീർന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘം ഔദ്യോഗികമായി നിശ്ചയിച്ചില്ലെങ്കിൽ പോലും അതിനൊരു പ്രേരണ പ്രവർത്തകർക്ക് കിട്ടാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സ്ഥാപനം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കാരണം 80 കഴിഞ്ഞപ്പോഴാണ്, 81 കാലഘട്ടത്തിലാണ് മാനനീയ പരമേശ്വർജി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ കേരളത്തിലെ സാഹചര്യങ്ങളെയൊക്കെ വളരെ കൃത്യമായി, കേരളത്തിൻ്റെ ഓരോ ഹൃസ്പന്ദനവും കൃത്യമായി അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് പരമേശ്വർജി ഒരു വൈചാരിക പ്രസ്ഥാനത്തിന് 82 പ്രാരംഭം കുറിക്കുന്നു. ഭാരതീയ വിചാര കേന്ദ്രം ദത്തോപൻ ഠേങ്കടിയാണ് അന്ന് വിജയദശമി ദിവസത്തിൽ വിചാരകേന്ദ്രം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതൊരു വലിയ വൈചാരിക ആന്തോളനത്തിന് തുടക്കം കുറിച്ചു. ഒട്ടേറെ പരിപാടികൾ, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ അന്തർധാരകൾ, അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഒരൊറ്റ ധാര മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രചരണമാണ് നിലവിൽ, അങ്ങനെ ഒരു നരേറ്റീവാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്, ഉപ്പൂറുക്കൽ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, സത്യാഗ്രഹം കടന്നുകൊണ്ട് കിട്ടിയതാണ്, ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള ഒരൊറ്റ നരേറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നത്. അത് നിഷേധിക്കല്ല, അതും ഒരു ധാരയാണ്. ഇതേപോലെ വിവിധ അന്തർധാരകൾ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. വിപ്ലവകാരികളുടെ ഒരു വലിയ പങ്ക് സ്വാതന്ത്ര്യ ലബ്ധിക്ക്, നേതാജിയെപ്പോലുള്ള ആളുകളുടെ പങ്ക് അതൊരു വലിയ പങ്കാണ്. ഇതേപോലെ സാഹിത്യ മേഖലയിൽ, കലയുടെ മേഖലയിൽ, എഴുത്തിൻ്റെ മേഖലയിൽ, പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഭാവങ്ങൾ അരങ്ങേറി എന്നതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തർധാരകളിൽ പെടുത്തേണ്ടതാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഭാരതീയ വിചാര കേന്ദ്രത്തിലൂടെ മാന്യ പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും നടന്നത് ഒരു പ്രതിരോധം തീർത്തു ഇത്തരം നേരത്തെ പറഞ്ഞ ആക്രമണങ്ങൾക്ക്. മറ്റൊരു കാര്യം, അവർ പറയുന്നതിന്, ഈ കൂട്ടർ നടത്തുന്ന പ്രചരണത്തിന്, കള്ളപ്രചരണത്തിന് മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു കടന്നാക്രമണം നടത്താനും തയ്യാറായി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് SV ശേഷഗിരി റാവുവിൻ്റെ എൻഡ് ഓഫ് എ സയൻറ്റിഫിക് ഉട്ടോപ്പിയ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങി. ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായിരുന്ന ശേഷഗിരി റാവു എഴുതിയ എൻഡ് ഓഫ് എ സയൻറ്റിഫിക് ഉട്ടോപ്പിയ, ഒരു ശാസ്ത്രീയ ഉട്ടോപ്പിയയുടെ അന്ത്യം എന്ന നിലയിൽ അത് പ്രസിദ്ധമൊക്കെ ചെയ്തിരുന്നു. ആ പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് നിരവധി പരിപാടികൾ ആ സമയത്ത്, കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു ഉട്ടോപ്പിയാണ്, അത് സങ്കല്പം മാത്രമാണ്, അതിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പെരിസ്ട്രോയിക്കയുടെയും ഗ്ലാസ്നോസ്റ്റിൻ്റെയും, റഷ്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നാന്ദീകൃതം മുഴക്കിയത് ആ കാലഘട്ടത്തിലാണ്. അന്നാണ് പെരിസ്ട്രോയിക്ക, പൊളിച്ചെഴുത്ത്, ഗ്ലാസ്നോസ്റ്റ്, തുറന്ന സമീപനം കമ്മ്യൂണിസത്തിൽ ആവശ്യമാണെന്നൊക്കെയുള്ള അവിടെ നിന്നൊക്കെയുള്ള ആ ഒരു വൈചാരിക പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളെയും
കേരളത്തിൽ നമ്മൾ വൻതോതിൽ ചർച്ചയാക്കി. ദേശീയതയുടെ ഹിന്ദുത്വത്തിൻ്റെ കുതിപ്പും കമ്മ്യൂണിസത്തിൻ്റെ കിതപ്പും എന്നൊക്കെ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികൾ നടത്തുകയും അതിശക്തമായ പ്രതിരോധം തീർക്കുക മാത്രമല്ല ഒരു വൈചാരിക കടന്നാക്രമണം പോലും നടത്താൻ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതിന് ഒരു സംഘടനാപരമായ ഒരു ചട്ടക്കൂട്, ഒരു ഘടനാപരമായ വിഷയാവതരണ ശൈലി, ഇതിനൊക്കെയുള്ള നേതൃത്വം ഭാരതീയ വിചാരകേന്ദ്രം ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഒരു മൂന്നാമത്തെ നിരോധനം നേരിടേണ്ടി വന്നത്. അതിനെ എങ്ങനെ? നിരോധനമൊന്നും പറയാൻ പറ്റില്ല. നിരോധനത്തിൻ്റെ ഒരു മിമിക്രി എന്ന് വേണമെങ്കിൽ പറയാം. നിരോധനമായിട്ട് കണക്കാക്കിക്കൂടാ. പിന്നെ കേരളമായതുകൊണ്ട് സംഘത്തെയും സംഘപ്രവർത്തകരെയും ഇല്ലാതാക്കാൻ കിട്ടിയൊരവസരമായി നിലവിലുണ്ടായിരുന്ന ഭരണകൂടം അതിനെ ഉപയോഗിക്കാൻ ചിലയിടങ്ങളിലൊക്കെ പരിശ്രമിച്ചു. ഞാനന്ന് പയ്യന്നൂരിൽ, കണ്ണൂരിൻ്റെ വടക്കൻ ഭാഗത്തെ ആ ജില്ലയുടെ ജില്ലാ പ്രചാരകമായിരുന്നു. അന്ന് എന്തു വന്നാലും പിടിക്കപ്പെടാൻ സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കോംപ്ലാസൻസി, അമിതാത്മവിശ്വാസം വേണ്ട എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ടൊരല്പം കാര്യാലയത്തിൽ നിന്നൊക്കെ മാറി നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നൊരു വസ്തുതയായിരുന്നു, സകലർക്കും, അതായത് നീതിന്യായ വ്യവസ്ഥയ്ക്കും അറിയാം, രാഷ്ട്രീയ നേതൃത്വത്തിനും അറിയാം, ഇത് അനിവാര്യമായി സംഭവിക്കേണ്ടുന്ന ഒന്നാണ് ആ തർക്ക കെട്ടിടത്തിൻ്റെ തകർച്ച എന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചതല്ല എന്നും അറിയായിരുന്നു. കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഹിന്ദു സമൂഹം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കടുത്ത വേദന, അതിൻ്റെ ഒരു സാമൂഹ്യമായ വേദന എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സോഷ്യൽ ആഗണി. ആ ആഗണി ഏറെക്കാലം ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല, ആർക്കും സപ്രസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതല്ല, അത് പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ ആ സാമൂഹ്യമായ അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള ആഗണി, വേദന, അതൊരു വലിയ ശക്തമായ തിരിച്ചടിയായി പുറത്തു വരികയും അതിൻ്റെ ഫലമായി ഒരു കളക്റ്റീവ് ബ്ലിസ്, ഒരു കൂട്ടായിട്ടുള്ള ഒരു ആനന്ദത്തെ ഹിന്ദു സമൂഹം അനുഭവിക്കുകയും ചെയ്തു എന്നത് വസ്തുതയാണ്. അപ്പോൾ അതിന് ആരെങ്കിലും ഒരു സ്കേപ്പ് ഗോട്ടായി കാണണം ഭരണകൂടത്തിന്. അതിന് RSSനെ നിരോധിക്കുകയാണ് ചെയ്തത്. അന്ന് വളരെ പ്രകടമാണ് RSSന് ഓഫ് കോഴ്സ് നാട്ടിലൊരു ദേശീയ ബോധമുണർത്താൻ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എല്ലാ കാലത്തും ഹിന്ദു സമൂഹം വേദന അനുഭവിച്ച് ഒരു തരത്തിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട് കഴിയരുത് എന്ന അഭിപ്രായം സംഘത്തിനുണ്ട്. അത് ഏതെല്ലാം മേഖലയിലൂടെ പുറത്തു വരുന്നുണ്ടോ അതിൽ സംഘത്തിന് താല്പര്യവും പിന്തുണ കൊടുക്കുകയും ചെയ്യും, അതും വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് രാമജന്മഭൂമിയിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ 100% ഉത്തരവാദികൾ സംഘമെന്ന ഒറ്റ പ്രസ്ഥാനമാണെന്ന മട്ടിലുള്ള ഈ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തലോ അതിൻ്റെ പേരിലുള്ള നിരോധനവും നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പകുതി തമാശയിൽ പറഞ്ഞ അതൊരു നിരോധനമൊന്നും ആയിരുന്നില്ല, ഒരു നിരോധനത്തിൻ്റെ മിമിക്രി ആയിരുന്നു. അതങ്ങനെ സംഘത്തിനെതിരായിട്ടുള്ള ഭരണകൂടങ്ങളുടെ നിലപാടുകൾ ദുർബലമായി വരുന്നതിൻ്റെ ഒരു ചിത്രമാണ്. 48-ന് മുമ്പേ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ സംഘത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിരുന്നു. സംഘത്തിൽ പോകുന്നവർ സർക്കാർ ജോലിയിൽ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള നിരന്തരമായ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യം ലഭിക്കാത്ത സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലഘട്ടത്തിലായിട്ടുകൂടി സംഘത്തിൻ്റെ അന്നത്തെ സർസംഘചാലകനായിരുന്ന, സ്ഥാപകനായിരുന്ന ഡോക്ടർ ഇടുഗവാറിൻ്റെ നേതൃത്വത്തിൽ പല സംസ്ഥാന ഭരണകൂടങ്ങൾ, അന്ന് നിലനിന്നിരുന്ന സ്റ്റേറ്റുകളുടെ ഭരണകൂടങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തി അവർ തന്നെ പ്രമേയം പാസാക്കി സംഘത്തിന് പ്രവർത്തിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അന്ന് കുറച്ചുകൂടി കടുപ്പമായിരുന്നു, കാരണം വിദേശികളാണ് നിരോധിച്ചത്. 48-ൽ ഒരു ഇല്ലാ കുറ്റം ചുമത്തി സംഘത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ അതിനെതിരായിട്ട് അതും വളരെ കഠോരമായിരുന്നു. സ്വയം സേവർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ വളരെ തീക്ഷ്ണമായിരുന്നു. കേരളത്തിൽ പോലും വിചാരിച്ചതിനും ഭരണകൂടത്തിൽ ആളുകൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സ്വയം സേവകരെ സമരത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ, ജയിലുകൾ തികയാതെ വന്നപ്പോൾ സ്വയംസേവരെ പീഡിപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ അന്നത്തെ കാലത്ത് തിരഞ്ഞെടുത്തിരുന്നു. കൊടും തണുപ്പിൻ്റെ ഘട്ടമായിരുന്നു. ആ സമയത്ത് സമരം ചെയ്യുന്നവരെ പിടികൂടി വയനാടൻ ചുരത്തിൽ കൊണ്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇറക്കി വിട്ടിട്ട് വണ്ടി പോരുക, ആ തണുപ്പിൽ വയനാട്ടിൽ നിന്ന് നടന്ന് തിരിച്ചു പോരുക, ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ നടത്തിയിരുന്നു. അതിൽ നിന്ന് ഒരു തരത്തിൽ പറഞ്ഞാലോ എന്ന് വെച്ചാൽ 48-ലെ 49-ലെ നിരോധന കാലഘട്ടത്തിൽ സംഘവും ശക്തമായിരുന്നില്ല. എന്നാൽ 75-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥാ നിരോധനത്തിൻ്റെ സമയത്ത്
സംഘം വളരെയേറെ ശക്തമായിരുന്നു. പീഡനങ്ങൾ വളരെ ക്രൂരമായിരുന്നു സ്വയംസർക്കെതിരായിട്ടുള്ള, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ പിന്നീട് ലോപിച്ച് അതിൻ്റെ ഒരു കാരണം തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഭരണത്തിലിരിക്കുന്നവർക്കും കൃത്യമായി അറിയാമായിരുന്നു. നീതി വ്യവസ്ഥ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട പോലീസ് വിഭാഗത്തിന് അറിയാമായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന വസ്തുത ആയതുകൊണ്ടാവാം അതൊരു വളരെ ദുർബലമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ നിരോധനം പിൻവലിക്കേണ്ടി വന്നു. ഭാസ്കർ റാവുജി, ഹരിയേട്ടൻ, പരമേശ്വർജി, അങ്ങനെ മുതിർന്ന ഒരുപാട് പ്രചാരകന്മാർക്കൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എഴുത്തിൻ്റെയും പ്രഭാഷണങ്ങളുടെയും പ്രസംഗത്തിൻ്റെയൊക്കെ ഒരു മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എത്രത്തോളം ഒരു സ്വാധീനമുണ്ടായി അവരുടെ ഭാഗത്ത്? തീർച്ചയായിട്ടും എഴുത്തിൻ്റെ കാര്യമായാലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെയൊക്കെ ഒപ്പം എന്നുള്ള അർത്ഥത്തിലല്ല, അവരെയൊക്കെ കണ്ടിട്ടുണ്ട് നന്നായിട്ട്. അടുത്ത് നിന്ന് കാണാൻ വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാര്യാലയത്തിൽ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന സമയത്ത് താമസിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ എൻ്റെ ഒരു ചെറിയ കാലത്തുള്ള പത്രപ്രവർത്തനത്തിലെ കേസരിയുടെ പത്രാധിപരായിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ പരിശീലനം കാര്യാലയത്തിൽ വെച്ചായിരുന്നു. അതിന് വലിയ തോതിലുള്ള പിന്തുണ, പ്രോത്സാഹനം ഭാസ്കർ റാവുജിയും ഹരിയേട്ടനും തന്നെയാണ് തന്നിരുന്നത്. ഞങ്ങൾ കാര്യാലയത്തിൽ താമസിക്കുന്ന ആളുകൾ, കുട്ടികൾ ഒരു കാര്യാലയ മാഗസിൻ നടത്തിയിരുന്നു. അത് കാര്യാലയത്തിൻ്റെ ചുമതല നോക്കുന്ന കാര്യകർത്താവ്, കാര്യാലയ പ്രമുഖ് മോഹൻജി കുക്ലിയ, അന്തരിച്ചു അദ്ദേഹം കാര്യാലയത്തിൻ്റെ അച്ചടക്കം പാലിക്കുന്നതിലാണ് കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം. മനസ്സുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികൾ എപ്പോഴും പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ആശയക്കാരനാണ്. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ഈ കാര്യാലയ മാസിക കണ്ടുകെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീപ്പന്തം എന്ന് പറഞ്ഞിട്ടൊരു മാസികയാണ് ഇറക്കിയിരുന്നത്. അത് കണ്ടുകെട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളത് മാറ്റി ട്രിനിറ്റി ടൈംസ് എന്ന പേരിലാക്കി. ഒരു ബൈലിംഗ്വൽ, ഇംഗ്ലീഷും മലയാളം കൊണ്ടുള്ള പത്രം. കാര്യാലയത്തിലെ വാർത്തകൾ, ചില തമാശകൾ. അതിലൊരു തമാശ പറഞ്ഞാൽ പി നാരായൺജി, ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്ന നാരായൺജി ഒരു നല്ല കാർട്ടൂണിസ്റ്റുമാണ്. നാരായൺജി അതറിയുമെന്നറിയില്ല, എത്ര പേർക്ക് അറിയുന്നു. അദ്ദേഹം നല്ലൊരു കാർട്ടൂണിസ്റ്റാണ്, നല്ല ചിത്രകാരനാണ്. പറയാറുണ്ട്, പണ്ട് അദ്ദേഹം പ്രചാരകമായിരിക്കുന്ന കാലത്ത് ബൈഠക്കിൽ ഇരുന്നിട്ട് എല്ലാ അധികാരികളുടെയും കാരിക്കേച്ചർ വരയ്ക്കുമായിരുന്നു. അത്ര നല്ല ചിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു, കുടുസാറും വണ്ടിപ്പൂച്ചയും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുടുസാർ എന്ന് പറയുന്നത് കാര്യാലയത്തിൻ്റെ വ്യവസ്ഥ നോക്കിയിരുന്ന രാമൻകുട്ടി എന്ന് പറയുന്ന പാലക്കാട്ടെ ഒരു പ്രവർത്തകനാണ്, പ്രചാരകമാണ്, മുതിർന്ന പ്രചാരകൻ. കാര്യാലയത്തിൽ 2-3 പൂച്ചകളുണ്ടായിരുന്നു, ഒരു മണ്ടിപ്പൂച്ച, ഒരു മിനിപ്പൂച്ച ഒക്കെ. കുടുസാറിൻ്റെ പിറകെ എപ്പോഴും ഈ പൂച്ച വാലും പൊക്കി ഇങ്ങനെ നടക്കും. നാരായൺജി സുന്ദരമായി ആ പൂച്ചയെയും കുടുസാറിനെയും വെച്ചിട്ട് വളരെ സുന്ദരമായ തമാശകളൊക്കെ എഴുതി തരുമായിരുന്നു. ഞങ്ങളിങ്ങനെ മാറി 3 പേരാണ് പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. 3 പേരുടെ പേരുകൾ ചിലപ്പോൾ ഇപ്പോൾ പരസ്യമായിട്ട് ഇപ്പോൾ പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ഒരാളുടെ പേര് പ്രത്യേകിച്ചപ്പോൾ പറയാൻ സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന ഉത്തരവാദിത്വം അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അത് പറയുക സാധ്യമല്ല. ഏതായാലും ഞങ്ങൾ 3 പേരും കൂടെ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ തീപ്പന്തം നിരോധിക്കപ്പെട്ട കാര്യാലയത്തിൽ. അപ്പോൾ ട്രിനിറ്റി ടൈംസ് ആയപ്പോൾ ഒരിക്കലും ഞാൻ ഓർമ്മയുണ്ട്, ഭാസ്കർ റാവുജി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം എപ്പോഴും വരും മുറിയിൽ, വിദ്യാർത്ഥികളുടെ മുറിയിൽ വന്നിട്ട് ഏതാ പുതിയ നിങ്ങളുടെ തീപ്പന്തം, അപ്പോഴാണ് അറിയുന്നത് തീപ്പന്തം കണ്ടുകെട്ടിക്കഴിഞ്ഞിരിക്കുന്നു, മോഹൻജി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ കീഴ്പ്പെട്ടൊന്നും കൊടുക്കണ്ട, ഞാനൊന്നും പറയില്ല മോഹൻജിയോട്, നിങ്ങൾ വേറെണ്ണം നടത്തിക്കോളൂ. ഇങ്ങനൊരു പ്രേരണ സദാ. ഇത്തരം ഞങ്ങളുടെ എഴുത്തുകളൊക്കെ ഭാസ്കർജിയെ പോലെ തന്നെ ഹരിയേട്ടൻ ഒന്ന് വായിക്കുമായിരുന്നു. എന്തെങ്കിലും ചില മലയാളത്തിൽ പോലും ചില ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ, നമ്മൾ പലരും വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ, അതൊക്കെ ഹരിയേട്ടൻ വ്യാകരണ വിദഗ്ധനായതുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചു തരും. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, പലപ്പോഴും പത്രപ്രവർത്തകർക്കൊക്കെ പറ്റുന്നതാണ്, വായുവിന് പറ്റില്ല, പക്ഷേ പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോ പത്രങ്ങളും എന്ന് പ്രയോഗിക്കാറുണ്ട്. ഒരിക്കൽ ഓരോ പ്രവർത്തകരും, ഓരോ പത്രങ്ങളും, ഓരോ എന്ന സിംഗുലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള അത് സിംഗുലർ തന്നെ ആയിരിക്കണം എന്നാണ്. ഓരോ പ്രവർത്തകനും എന്നേ പറയാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ടായിരുന്നത് ഹരിയേട്ടൻ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു പ്രേരണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില്ലറ കവിത എഴുത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നതുകൊണ്ട് അത് ജന്മഭൂമിയിലും അല്ലെങ്കിൽ ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ ഈ ഞങ്ങൾ ഈ ട്രിനിറ്റി ടൈംസ് എന്ന് പറഞ്ഞതിൻ്റെ പത്രാധിപന്മാരായ 3 പേരുടെയും പേര് ചേർത്തിട്ടെന്ന് കവിതകളൊക്കെ വരാറുണ്ട്. അത്യാവശ്യം മാസത്തിൽ ചില്ലറ പൈസയൊക്കെ കിട്ടും. അങ്ങനെ
അങ്ങനെ പോയ ഒരു പരിശീലനത്തിൻ്റെ കാലഘട്ടമാണ്. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എറണാകുളം ആയതുകൊണ്ടും അവിടുന്ന് ഇത്രയും പ്രോത്സാഹനങ്ങൾ കിട്ടുന്നതുകൊണ്ടും പ്രധാനപ്പെട്ട ശാഖകളിൽ പോലും ബൗദ്ധിക്കിനൊക്കെ അന്നേ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ പിന്നീടുള്ള വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ടാവാം. വളരെ മുതിർന്ന അധികാരികളുടെ മുമ്പിൽ സംസാരിക്കാൻ 16-17 വയസ്സുള്ള സമയത്ത് പോലും അയച്ചിട്ടുള്ള കാര്യമൊക്കെ ഓർക്കാണ്. അങ്ങനെ ആ മേഖലയിൽ മുന്നോട്ട് വരാനും ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കാര്യത്തിലും അതിലുമൊക്കെ വളരെ സൂക്ഷ്മമായ ഒരു ദൃഷ്ടി ഇവരുടെ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇവരുടെ എല്ലാം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇടയ്ക്ക് എറണാകുളത്ത് ചുമതലയുള്ളപ്പോൾ എന്നെ നഗരത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ചാർജാക്കി, പ്രമുഖാക്കി. അപ്പോൾ ഭാസ്കറാവുജി ആ സമയത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ എപ്പോഴും സംസാരിക്കും. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും സമയം കിട്ടുന്നതെന്ന് അറിയില്ല, ഞങ്ങളെപ്പോലത്തെ ഈ ചെറിയ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ. അപ്പോൾ ചുമതല ചോദിച്ചപ്പോൾ ഈ വിദ്യാർത്ഥി ചുമതല മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ എന്തോ കണ്ടിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കാം. ഉടനെ തന്നെ ജില്ലാ പ്രചാരകമായിരുന്ന മഹാനഗർ പ്രചാരകൻ ഗോപാൽജിയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഗോപാൽജിയാണ്. ഗോപാൽജി വിളിച്ചിട്ട് ഭാസ്കറാജി പറഞ്ഞു അയാൾക്കൊക്കെ നേരിട്ടുള്ള സംഘടനാ ചുമതല കൊടുക്കണം എന്ന് വെച്ചാൽ കാര്യവാഹ എന്നുള്ള ചുമതല. അതുകൊണ്ട് അടുത്ത ബൈഠക്കിൽ 2 കാര്യവാഹാക്കി. ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ വിദ്യാർത്ഥി പ്രഭു എന്ന് പറയുമ്പോൾ അത് അല്പം വേണമെങ്കിൽ, അതെല്ലാം ഗൗരവമുള്ള ഉത്തരവാദിത്വം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ അത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അല്പം ഉഴപ്പാം നേരിട്ടുള്ള സംഘടന, അതിന് അവസരം കൊടുക്കാത്ത വിധത്തിൽ. ഇങ്ങനെ സംഘടനയുടെ പ്രവർത്തനത്തിലായാലും എഴുത്തിൻ്റെ കാര്യത്തിലായാലും വായനയുടെ കാര്യത്തിലായാലും പരമേശ്വർജിയെ പോലുള്ള ഈ ഒരു ഹിമാലയ സദൃശനായ വ്യക്തിത്വത്തിന് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ വായിക്കുന്ന പുസ്തകം എന്താണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സമയം ഞാൻ ആലോചിക്കുകയാണ്, വായിക്കുന്നുണ്ടെന്നുള്ളത് ചെറിയ പ്രായമല്ലേ, അപ്പോൾ വായിക്കുന്നു എന്നുള്ളത് 4 പേര് കാണുകയും കൂടി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഞാനൊരിക്കലും ഇങ്ങനെ കക്ഷത്തിൽ ഭാരതീയ ചിന്തയും വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. 2 ഭാരതീയ കെ ദാമോദരൻ്റെ. അപ്പോൾ 17 വയസ്സേ ഉള്ളൂ. വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതും പറയണം. എന്നാലും ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് മുറിയിൽ വെച്ച് വായിച്ചു, ഒരു തവണ മുഴുവൻ വായിച്ചു എന്നുള്ളത് ആരും ചോദിച്ചില്ല അതുവരെ. അതുകൊണ്ട് ആയിരിക്കാം പരമേശ്വർജി താമസിക്കുന്ന മുറിയുടെ മുന്നിലൂടെ 2-3 തവണ നടന്നു. 3 തവണ കഴിഞ്ഞപ്പോൾ പരമേശ്വർജി ഇറങ്ങി പുറത്തേക്ക് എന്തോ പോവാണ്. അപ്പോൾ എൻ്റെ കക്ഷത്തിലത് കണ്ടിട്ട് ഇതെടുത്തു വായിച്ചു നോക്കി. അപ്പോൾ ഭാരതത്തിൻ്റെ ചിന്തകൾ മുഴുവൻ വായിച്ച് കഴിഞ്ഞോ? പരീക്ഷയുടെ ചോദ്യം അത് മാത്രം. അതെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ഭാരതീയ ദർശനങ്ങളെ വിലയിരുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണോ? ഇതും വായിക്കണം, പക്ഷേ ആദ്യം അടിസ്ഥാനപരമായി ദർശനങ്ങൾ എന്തെന്നും മനസ്സിലാക്കിയാലേ കേദാമോദരൻ ദർശനങ്ങളെ വ്യാഖ്യാനിച്ചെഴുതിയിരിക്കുന്നതിൽ എത്ര കണ്ട് അത് തെറ്റാണെന്ന് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് തെറ്റുമല്ല, അദ്ദേഹം നന്നായിട്ട് സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒറിജിനൽ സോഴ്സിലേക്ക് പോകണം എന്ന കാര്യം നേരിട്ട് പറയാതെ തന്നെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ആ കാര്യത്തിൽ പറയാൻ.